കോഴിക്കോട് എരഞ്ഞിപ്പാലം ലോഡ്ജിലെ യുവതിയുടെ കൊലപാതകത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമെന്ന പ്രതി സനൂഫിന്റെ മൊഴി. യുവതി നൽകിയ ബലാത്സംഗ കേസിൽ സനൂഫ് 83 ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കാനാണ് സനൂഫ് യുവതിയെ ലോഡ്ജിലെത്തിച്ചത്. കേസ് ഒത്തുതീർപ്പാക്കാൻ യുവതി വഴങ്ങാതിരുന്നതോടെ ഉണ്ടായ വാക്തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് നടക്കാവ് SHO പ്രജീഷ് പറഞ്ഞു. ഇപ്പോൾ പ്രതിയായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കെതിരെ ഈ സ്ത്രീ നേരത്തെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ ഒരു റേപ്പ് പ്ലസ് IT ആക്ട് ആയിട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ 83 ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാൾ റിമാൻഡിൽ കിടന്നതാണ്. അതിൻ്റെ ഒരു പ്രതികാരമാണ് പ്രധാനമായിട്ട് ഇവരെ കൊല ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ആ കേസ് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ടുവരുന്നത്. 25-ാം തീയതി ഇവർ ഈ കേസിനെ കുറിച്ചും മറ്റുമൊക്കെ സംസാരിച്ച് ഈ പ്രതി ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് പരാതിക്കാർ പോവില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ തമ്മിലൊരു തർക്കമുണ്ടാവുകയും ആ തർക്കത്തിൻ്റെ ഒടുവിൽ ശാരീരികമായിട്ട് ഈ സ്ത്രീയെ കൈകാര്യം ചെയ്യുമായിരുന്നു. ഇവരെ സൈലൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വായപൊത്തി പിടിക്കുകയും പിന്നീട് കഴുത്തിനമർത്തുകയും കിടക്കയിലേക്ക് കിടത്തിയിട്ട് കഴുത്ത് ബലമായിട്ട് പിടിച്ച സമയത്താണ് ഈ സ്ത്രീ ശ്വാസം മുട്ടിയിട്ട് മരണപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ശരീരത്തെ നമുക്ക് പോലീസിന് കാണാവുന്ന പരിക്കുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അഭിലാഷ് നൽകും വിവരങ്ങൾ. അഭിലാഷ്, ഈ കൊലപാതകത്തിന് പിന്നിലെ മോട്ടീവ് എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നു. മറ്റു വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും മുൻവൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് നേരത്തെ ഫസീല നൽകുന്ന ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ 83 ദിവസം ഈ സനൂഫ് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്, ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള ഒരു മുൻവൈരാഗ്യം, അതോടൊപ്പം തന്നെ ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഫസീലയുടെ സഹായം തേടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ലോഡ്ജിൽ മുറിയെടുക്കുകയും ഫസീലയുമായി സംസാരിക്കുകയും ചെയ്ത്. പക്ഷേ ഫസീല അക്കാര്യത്തിൽ ഇടപെടാൻ അല്ലെങ്കിൽ അനുകൂലമായി പ്രതികരിക്കാതിരുന്നതോടുകൂടി തന്നെ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെയാണ് സനൂഫിനെ ചെന്നൈയിൽ വെച്ച് പിടികൂടിയത്. ഇതിൽ പ്രധാനമായും പോലീസിന് തുമ്പായത് സനൂഫ് ഉപയോഗിച്ച ഒരു സിം കാർഡായിരുന്നു. കാരണം സനൂഫ് ഇവിടുന്ന് കടന്നു കളഞ്ഞ ആ സമയം മുതൽ സിം കാർഡുകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും മാറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഉള്ളൊരു അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതോടുകൂടി തന്നെ 4 സംഘങ്ങളായിട്ടാണ് പോലീസ് വിവിധ സ്ഥലങ്ങളിലേക്ക് പോയത്. ഇതിൽ പ്രധാനമായും കർണാടക, തമിഴ്നാട് മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടന്നത്. ഇതിനിടയിലാണ് സനൂഫ് മറ്റൊരു സിം കാർഡ് ഉപയോഗിക്കുന്നതായി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തത്. ഇതോടുകൂടി തന്നെ കർണാടകയിൽ നിന്നുള്ള ആ സംഘം ചെന്നൈയിലേക്ക് തിരിക്കുകയും ചെന്നൈയിൽ നിന്ന് സനൂഫിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും പോലീസ് ഈ കസ്റ്റഡിയിൽ വാങ്ങുക അടുത്ത ദിവസം മാത്രമായിരിക്കും. ഇന്ന് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് അടക്കമുള്ള നടപടിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും അടുത്ത തിങ്കളാഴ്ചയോട് കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കും അതോടൊപ്പം തന്നെ തെളിവെടുപ്പിലേക്കും പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ മുൻവൈരാഗ്യത്തെ തുടർന്നാണ് ഈ കൊലപാതകം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ 48 മണിക്കൂറിനകം തന്നെ, അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം 48 മണിക്കൂറിനകം തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതും അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച്. വിനീത.